സ്വന്തമായിട്ട് വളരണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്താണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത്? ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് സാധാരണ രീതിയിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അതിങ്ങനെയൊക്കെ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. മക്കൾക്കൊരു ജോലി ഉണ്ടാവണം, അല്ലെ? നമുക്കൊരു നല്ല വീടുണ്ടാവണം, എൻ്റെ ഹസ്ബൻഡിന് നന്മകൾ ഉണ്ടാവണം, എൻ്റെ വൈഫിന് നന്മകൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ധാരാളമായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്? ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ചിന്തയുള്ളവർ കൈവന്ന് കാണിച്ചു. 10 പേർക്ക്. വെരി ഗുഡ്. കൈവന്ന് നന്നായിട്ട് കൈവന്ന്. ഓക്കെ, ഒരു 6-7 പേരുണ്ട്. ഇത് പല മറ്റ് സംസ്ഥാനങ്ങളിലും ചെന്ന് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 80% ആൾക്കാർ കൈവന്നു മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തെ കുറിച്ച്. അത് ചിലപ്പോൾ ഒരു തയ്യൽ യൂണിറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിക്ഷേപം നടത്തിയിട്ട് തൊഴില് മറ്റുള്ളവർക്ക് കൊടുക്കുകയും സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സ്ത്രീജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്കും അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ദിശാബോധം ഉണ്ടാവും. ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാറുണ്ട്. ദിശാബോധം. എനിക്ക് എങ്ങോട്ട് പോകണം, ഞാൻ എവിടെ എത്തേണ്ട വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത.